ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം ഗൈസ്, നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ വാടക വീടിന്റെ കിണർ വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴത്തേക്കും ഒരു കിണറിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അവിടെ ഒരു കിണറുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഒറ്റ നിൽക്കുന്നതിന്റെ ആ പൊസിഷനിലെ താഴോട്ട് റോഡാണ്, പിന്നെ ബാക്കിയുള്ളത് കിണറാണ്. അപ്പോൾ ഒറ്റയ്ക്ക് എന്നെയും കൊണ്ട് ഏതായാലും പറ്റത്തില്ല. ഒരു മാസം ഇവിടെ ഉണ്ടായിട്ടില്ല, അപ്പത്തേനും സംഭവിച്ചാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. രണ്ടുപേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഇല്ല അവിടെ. ഇതുണ്ടോ, ഇവിടെ വരെയാണ് കേട്ടോ കിണർ വന്നേക്കുന്ന. കഴിഞ്ഞ 2 മാസം മുന്നേ ഉള്ള മഴയത്തൊക്കെ വന്നാണ് കേട്ടോ. ഇത്രയും കൂടുതലും ഏതാണ് ഈ കാട്ടുചീരയില്ലേ, കാട്ടുചീര പിന്നെ പെരിങ്കലം അങ്ങനെയൊക്കെ സംഭവമാണ് ഇതിന്റെ ചുറ്റിനും. ഇതിന്റെ കപ്പയോ കിണർ വൃത്തിയാക്കാൻ വന്ന വകയിൽ കെട്ടിയാൻ തന്നാണ് കേട്ടോ. കപ്പ എന്നാ പിന്നെ ഇതൊന്ന് പൂളിയിട്ട് തരുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്നായിരുന്നു. അപ്പം നമ്മൾ ഏത് നിമിഷം ഇവിടുന്ന് മാറേണ്ടി വരും. കാരണം ഇതിൻ്റെ വീടിൻ്റെ ഓണർ എന്താണ്, കുറച്ച് ആൾക്കാരെല്ലാം കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു വീട് സ്ഥലം കൊടുക്കാനായിട്ട്. അപ്പം ഏത് നിമിഷം അവർ പറയും ഇവിടുന്ന് മാറണം, എന്താണ് വീട് സ്ഥലം മേടിക്കാൻ ആൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കെട്ടും കിടക്കൊക്കെ എടുത്ത് ഇവിടുന്ന് പോകേണ്ടി വരും. എങ്കിലും നമ്മൾ പോകുന്നിടം വരെ നമ്മൾ കുടിക്കുന്ന വെള്ളമാണല്ലോ ഇത്. അപ്പം നമുക്ക് അത് വൃത്തിയാക്കണ്ടേ. അതിന് സൈഡിൽ നിൽക്കുമ്പോൾ നോക്കണേ. വേണോ? ഒരാൾക്ക് മാത്രമല്ലേ നടക്കാൻ പറ്റൂ, എനിക്കിങ്ങനെ നിൽക്കാനേ പറ്റൂല. നല്ല കപ്പ ഇനിയുണ്ടോ പോലും, അത് നോക്കിയാലോ. നമുക്ക് എന്തെങ്കിലും കമ്പ പോലോ വാക്കത്ത് എന്തെങ്കിലും കയ്യിൽ വേണം. കാരണം നമ്മുടെ മറ്റേ ആ ചൊറിയുമ്പോഴില്ലേ കറുപ്പ്, അതും പിന്നെ മനുഷ്യനെ പേടിപ്പിക്കുന്ന കുറച്ച് ഓന്തും. പൊന്നുവിൻ്റെ വണ്ടിയില്ലത്. എന്തൊക്കെയോ ഒരു കിണർ ക്ലീൻ ആക്കുമ്പോൾ കിട്ടുന്ന അറിയാം. പിള്ളേരുടെ കളിപ്പാട്ടം വരെയും കിട്ടുന്നുണ്ട്. ഇതുണ്ടോ, നല്ല ഒന്നാന്തരം വണ്ടി. എന്തായാലും മേടിച്ചിട്ട് ഒരു ദിവസം കണ്ട വീട്ടിൽ വെച്ചിട്ടുണ്ടാവുള്ളൂ, ബാക്കി ദിവസം കിണറിന്റെ പക്കത്തുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത് കിട്ടി. പിന്നെ ഗേസ്, ഇതെന്താ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഇതിന്റെ പേരെന്നാ? ആഞ്ഞിലി അല്ലേ? ഇതാണ്. ഇപ്പൊ തന്നെ നല്ല വലിയ ഹൈറ്റുള്ള നിൽക്കാണ് കേട്ടോ. അപ്പൊ അതില് നമുക്ക് ഏതായാലും ഉപകാരമൊന്നുമില്ല, അത് വലിയ ഉപകാരമുള്ളൂ. പിന്നെ ഇങ്ങനെ വീണാൽ തന്നെ അതോ പിടിച്ചോന്നും പറഞ്ഞോണ്ട് ഒറ്റ പോകണം അങ്ങോട്ട്. പിന്നെ നമുക്ക് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പൊ ഇത് കിട്ടിയതാണ്, ഇത് കേടാണ്, ഇതിനകത്തൊന്നുമില്ല. ഇത് വാടി വീണാണ് കേട്ടോ. അതാണ് ആഞ്ഞിലി ചക്ക. അയ്യോ, പിന്നെ ഇത് ഇപ്പൊ ഒന്നും കിട്ടാനില്ല. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനാണെങ്കിൽ കൊമ്പത്ത് കയറി പറിക്കായിരുന്നു. ഇപ്പൊ ഇതൊന്നും കിട്ടാൻ പോലും ഇല്ല. പിന്നെ നമ്മള് കിട്ടാത്ത പിന്നെ മുന്തിരി ആശിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പോട്ടെ. കിണറിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കണ്ടു. എനിക്ക് പേടിയാണ് പോകാൻ തന്നെ അടുത്തോട്ട്. കാരണം നമ്മുടെ ഫുട്ടിന് താഴെയായിട്ടാണ് ഇതിന്റെ ലെന്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അധികം അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇനിയിപ്പം ഏതായാലും ഇനി ഏതെങ്കിലും ഒരു വീട് നമുക്ക് കിട്ടിയാൽ അതും ഇങ്ങനെ കിണറൊക്കെ വൃത്തിയാക്കി നടക്കണം. അത് കഴിഞ്ഞ് പതുക്കെ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു വീട്ടിലേക്ക് എത്താം, ദൈവം അനുഗ്രഹിച്ചാൽ. ഇതാണ് കേട്ടോ നമ്മുടെ കിണർ. ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾ കണ്ടോ? അപ്പം ഗൈസ്, നമ്മുടെ കിണറിന്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.